എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മെയ് 26 തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. LDF സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ലൈഫ് മിഷൻ പദ്ധതി നിർത്തലാക്കുന്നു എന്ന വാർത്ത ശരിയല്ല എന്നും പദ്ധതി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ടില്ല എന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി വ്യക്തമാക്കി. LDF സർക്കാർ ഗ്രാമസഭകൾക്ക് എടുത്തു കളഞ്ഞിട്ടുള്ള അധികാരം തിരിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അത് ലൈഫ് മിഷൻ പദ്ധതി ഇല്ലാതാക്കും എന്നതിന് അർത്ഥമാക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ആർക്കെങ്കിലും ലൈഫ് മിഷൻ പദ്ധതി ഇതുകൊണ്ട് ഇല്ലാതാകും എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ആ പദ്ധതിക്ക് എന്തോ കുഴപ്പം ഉണ്ട് എന്ന് അവർക്ക് തന്നെ തോന്നുന്നുണ്ട് എന്നും KM ഷാജി പറഞ്ഞു. ഏതെങ്കിലും പദ്ധതിയെ തകർക്കാൻ വേണ്ടിയല്ല UDF സർക്കാർ വന്നത്. ഒരു സർക്കാരിന്റെ എല്ലാ പദ്ധതിയും തകർക്കാൻ അടുത്ത സർക്കാർ തീരുമാനിച്ച് രാജ്യം എങ്ങനെ മുന്നോട്ട് പോകും? പദ്ധതികളിൽ ആവശ്യമായ തിരുത്തൽ വരുത്തിയാണ് UDF സർക്കാർ മുന്നോട്ട് പോവുക എന്നും തദ്ദേശ മന്ത്രി വ്യക്തമാക്കി. ആർക്കാണ് വീട് നൽകേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാനുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ അധികാരം തിരിച്ചു നൽകുക എന്നതാണ് സർക്കാരിന്റെ അജണ്ടയെന്ന് KM ഷാജി പറഞ്ഞു. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ആലോചനകൾ നടന്നിട്ടില്ല എന്നും വിഷയത്തിൽ വിശദമായ പഠനം നടത്തുന്നുണ്ട് എന്നും മന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. മന്ത്രിസഭാ യോഗം ചേർന്ന ശേഷമായിരിക്കും അന്തിമ തീരുമാനം സ്വീകരിക്കുക എന്നും KM ഷാജി പറഞ്ഞു. ലൈഫ് പദ്ധതി പൊളിച്ചെഴുതാൻ തദ്ദേശ വകുപ്പ് നീക്കം നടത്തുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വീടുകൾ നിർമ്മിച്ച് നൽകാനുള്ള അധികാരം അതാത് പഞ്ചായത്തുകൾക്ക് കൈമാറാൻ നീക്കം നടക്കുന്നുണ്ട് എന്നായിരുന്നു വിവരം. എന്നാൽ നിലവിൽ ലഭിക്കുന്ന വാർത്തകൾ പ്രകാരം ലൈഫ് പദ്ധതിയുടെ പേര് മാറ്റിയില്ല എങ്കിൽ പോലും ഗ്രാമസഭകൾ വഴി പ്രപ്പോസൽ വരുന്ന രീതിയിൽ പൊളിച്ചെഴുതും എന്നുള്ളതാണ് സൂചന. സംഭവം വിവാദമായതോടെ CPM വിമർശനവുമായി എത്തിയിരുന്നു. 5 ലക്ഷത്തിലേറെ വീടുകൾ യാഥാർത്ഥ്യമാക്കിയ പദ്ധതിയാണ് ലൈഫ് മിഷൻ. 1 ലക്ഷത്തിലേറെ വീടുകൾ നിർമ്മാണ ഘട്ടത്തിലാണ്. മുൻഗണനാ ക്രമത്തിൽ അടുത്ത ഘട്ടത്തിൽ വീട് ലഭിക്കുന്നതിന് ഭൂമിയുള്ള കുടുംബങ്ങളും കാത്തിരിക്കുന്നുണ്ട് എന്നും CPM വിമർശിച്ചിരുന്നു. എന്നാൽ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീട് ലഭിക്കുന്നതിനും അല്ലെങ്കിൽ ഈ വീട് ലഭിക്കും എന്ന് ഉറപ്പാകുന്നതിന് വർഷങ്ങളുടെ കാത്തിരിപ്പാണുള്ളത്. 2020 അപേക്ഷയിലാണ് ഇപ്പോൾ വീട് കിട്ടിയവരിൽ പലരും അല്ലെങ്കിൽ വീടിന്റെ പണി നടക്കുന്നവർ ഉള്ളത്. അത് കഴിഞ്ഞാലാണ് അടുത്ത അപേക്ഷ ക്ഷണിക്കുക. അതായത് ഒരു അപേക്ഷ നൽകി 5 വർഷത്തോളം കാത്തിരിക്കേണ്ട സ്ഥിതിയാണുള്ളത്. എന്നാൽ പഴയതുപോലെ ഗ്രാമസഭകളിലൂടെ തീരുമാനിച്ച് പഞ്ചായത്തുകൾ നേരിട്ട് വീടുകൾ നൽകുകയാണ് എങ്കിൽ ഓരോ വർഷത്തിലും പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നതിനും അതാത് പഞ്ചായത്തുകളിൽ അർഹതപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വീട് നൽകുന്നതിനും സാധിക്കും എന്നുള്ളതാണ് പുതിയ സർക്കാരിന്റെ വാദം. അപ്പോൾ പുതിയ ഭവന പദ്ധതി കൂടുതൽ ആളുകൾക്ക് വീട് ലഭിക്കാൻ സഹായകരമാകും എന്നും വിലയിരുത്തുന്നു. എന്തായാലും ഇത് എങ്ങനെ നടക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സപ്ലൈകോയുടെ ആലിൻ ബ്രാൻഡ് നോട്ട് ബുക്കുകളുടെ പ്രകാശനം നാളെ ഉച്ചയ്ക്ക് 1:30 നടക്കും. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ അനൂപ് ജേക്കബ് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. കുറഞ്ഞ വിലക്ക് സ്കൂൾ തുറക്കുന്ന സമയത്ത് നോട്ട് ബുക്കുകൾ സപ്ലൈകോയിലൂടെ ലഭ്യമാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സപ്ലൈകോയുടെ ബക്രീദ് കിറ്റ് വാങ്ങാനുള്ള അവസരം നാളത്തോടു കൂടിയിട്ട് അവസാനിക്കുന്നതാണ്. 251 രൂപയാണ് കിറ്റ് വാങ്ങുന്നതിലൂടെ ലാഭമായി ലഭിക്കുക. 1101 രൂപയുടെ സാധനങ്ങൾ 850 രൂപക്ക് വാങ്ങാം. 3 കിലോ ബിരിയാണി അരിയും പഞ്ചസാരയും വെളിച്ചെണ്ണയും ഉൾപ്പെടെയുള്ള 10 ഇനം സാധനങ്ങളാണ് കിറ്റിലുള്ളത്. ക്ഷേമ പെൻഷൻ ഉണ്ടാവോ? ക്ഷേമ പെൻഷന്റെ പൈസ എല്ലാം നമ്മൾ ഇന്ന് രാവിലെ തന്നെ പഞ്ചായത്ത് ഡയറക്ടർ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാങ്കാണോ? ബാങ്കിലേക്കാണോ? അതെ. അപ്പൊ ഇന്ന് തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 ദിവസം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ക്ഷേമ പെൻഷന്റെ പൈസ എല്ലാം നമ്മൾ ഇന്ന് രാവിലെ തന്നെ പഞ്ചായത്ത് ഡയറക്ടർ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാങ്കാണോ? ബാങ്കിലേക്കാണോ? അതെ. അപ്പൊ ഇന്ന് തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ഇന്നു മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ തുക ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇന്ന് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ വിതരണ നടപടികൾ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പഞ്ചായത്ത്
ഡയറക്ടറേറ്റിലേക്ക് പെൻഷൻ തുക കൈമാറിയിട്ടുണ്ട്. ഇന്നു മുതൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷെ നിലവിൽ ഇതുവരെ ആർക്കും തുക എത്തിയിട്ടില്ല. ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും ഇന്ന് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ 2 പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയിട്ടുള്ള ഫോൺ കോളുകൾ നിങ്ങളൊന്ന് കേൾക്കുക. പെൻഷൻ ഉണ്ടാവോ? ക്ഷേമ പെൻഷന്റെ പൈസ എല്ലാം നമ്മൾ ഇന്ന് രാവിലെ തന്നെ പഞ്ചായത്ത് ഡയറക്ടർ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാങ്കാണോ? ബാങ്കിലേക്കാണോ? അതെ. അപ്പൊ ഇന്ന് തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 ദിവസം എല്ലാവർക്കും കിട്ടും. അത് കുറെ ഉള്ളതുകൊണ്ട് ഇത്രയും നമ്പർ ഓഫ് വെച്ചാണ് കൊടുക്കുക. നമ്മൾ ഇന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹലോ, നമസ്കാരം. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ്. ഹലോ. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഈ മാസം ഇതുണ്ടോ? അടുത്ത മാസമേ ഉള്ളൂ, ഈ മാസം ഇല്ല. ഈ മാസം ഇല്ല അല്ലേ? അപ്പൊ ആദ്യം ക്ഷേമ പെൻഷന്റെ കാര്യത്തിലേക്ക് തന്നെ വന്നാൽ, ക്ഷേമ പെൻഷൻ വിതരണം നടപടികൾ ഇന്നു മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. തുക പഞ്ചായത്ത് ഡയറക്ടറേറ്റിലേക്ക് രാവിലെ തന്നെ കൈമാറിയിട്ടുണ്ട്. ചില ആളുകൾക്കെല്ലാം തുക ഇതിനകം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇല്ല എങ്കിൽ പൂർണ്ണമായിട്ടും ഉള്ള എല്ലാ ആളുകൾക്കും, അതായത് ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുന്ന മുഴുവൻ പേർക്കും 2 ദിവസത്തിനകം പെൻഷൻ ബാങ്കുകളിൽ എത്തും എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. എന്നാൽ കയ്യിൽ പെൻഷൻ വിതരണം ഇന്നും നാളെയൊന്നും ഉണ്ടാവില്ല. 2 ദിവസത്തെ അവധിയാണ്. അതായത് ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പൊതു അവധിയായതിനാൽ ട്രഷറി പ്രവർത്തിക്കില്ല, സർവീസ് ബാങ്കുകൾ പ്രവർത്തിക്കില്ല. സർവീസ് സഹകരണ സംഘം ജീവനക്കാരുടെ കയ്യിലേക്ക് ലിസ്റ്റ് എത്തണം, അതുപോലെ തന്നെ പണം എത്തണം. അത് എത്തിയതിന് ശേഷം മാത്രമാണ് ആ ഒരു തുക വിതരണം നടക്കുക. ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തുന്ന ആളുകൾക്ക് 300, 500, 200 എന്നീ കുറവുള്ള 8 ലക്ഷത്തോളം ആളുകളുണ്ട്. കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്കാണ് മുമ്പുണ്ടായിരുന്നത് പോലെ തന്നെ അതും ഈ മാസത്തിലും അങ്ങനെയുള്ള ഒരു കുറവുണ്ടാകും. പിന്നീട് ഒരാഴ്ചക്കുള്ളിലാണ് ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. അവർക്ക് 1800, 1700, 1500 എന്നിങ്ങനെയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തുക. ബാക്കിയുള്ള 300, 200, 500 രൂപ പിന്നീട് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ്. പിന്നൊന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ്. സർക്കാർ മാറിയ ആദ്യ മാസമായിട്ടും കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ കഷ്ടതയ്ക്കൊരു അറുതിയില്ല എന്നുള്ളതാണ്. ഈ മാസവും അവർക്ക് പെൻഷൻ ഇല്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. ഈ മാസം ഇല്ല, അടുത്ത മാസം ഉണ്ടാകും എന്നാണ് ഉദ്യോഗസ്ഥ നമുക്ക് നൽകിയിട്ടുള്ള വിവരം. ഫോൺ കോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവർ നൽകിയിട്ടുള്ള ഒരു അറിയിപ്പ് അങ്ങനെയാണ്. അപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഇപ്പോൾ 15 മാസത്തെ കുടിശ്ശികയാണ് ഉള്ളത്. ഇതുകൂടി ആകുമ്പോൾ 16 മാസത്തെ കുടിശ്ശികയാകും. അപ്പോൾ ക്ഷേമ പെൻഷൻ ഇന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ നാളെ അക്കൗണ്ടുകളിലേക്ക് എന്തായാലും എത്തിച്ചേരുന്നതാണ്. കയ്യിൽ പെൻഷൻ വിതരണം വെള്ളിയാഴ്ച മുതലാണ് ഉണ്ടാവുക. വെള്ളിയാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ഉണ്ടാകുക. ഇതാണ് പെൻഷൻ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.